നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. ഞാൻ പറയുന്ന കേക്ക്. നീ എന്താ അവിടെ വെച്ച് ചെയ്തത്? ഞാനെന്താ ചെയ്തെന്ന്? പൊട്ടം കളിക്കല്ലേ. നീ എന്റെ തോളി കൈവച്ചില്ലേ? എന്ത് ധൈര്യത്തിലാ നീ അത് ചെയ്തത്? കല്യാണം കഴിക്കാൻ സമ്മതിച്ചപ്പോ നീ എന്റെ മേലെ അധികാരം സ്ഥാപിക്കാൻ നോക്കാണോ? അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല. എന്താ ശ്രേയ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമ്മൾ തമ്മിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു ധാരണയായതല്ലേ? ഞാൻ ആകാശിനെ ചാരുവിനെയും ഒന്ന് അസൂയപ്പെടുത്താൻ വേണ്ടിയില്ല അങ്ങനെ ചെയ്തേ. അവരുടെ വിചാരം അവരെ പോലെ ഒരുമയും സ്നേഹമുള്ള ദമ്പതികൾ ഈ പഞ്ചായത്തിലെ ഇല്ലെന്നാണ്. അത് തെറ്റാണെന്ന് കാണിക്കാൻ ഞാനൊരു നാടകം കളിച്ചല്ലേ. അങ്ങനെ ആവശ്യമില്ലാത്ത ബുദ്ധി പ്രയോഗിക്കാൻ നിൽക്കണ്ട. പ്ലാൻ ഞാൻ ഉണ്ടാക്കിക്കോളാം, നീ അത് നടപ്പിലാക്കിയാ മതി. നീ ചൂടാവുന്ന കണ്ടാ തോന്നും അവന്റെ മുറിയിലേക്ക് വീഡിയോ എടുത്തോണ്ട് ഇടിച്ചു കയറി ചെന്നത് ഞാനാണെന്ന്. നിന്റെ പ്ലാൻ പാളിയതിന് എന്നോട് ദേഷ്യം കാണിച്ചിട്ട് എന്താ കാര്യം ശ്രേയ? കുറെ നേരം ഞാൻ സഹിക്കുന്നു. നീ എപ്പോ മുതലാണ് എന്റെ പേര് വിളിക്കാൻ തുടങ്ങിയത്? ഇതുവരെ നീ എന്നെ എങ്ങനെ വിളിച്ചിരുന്നേ? അത് മേഡം. ഇനി അങ്ങനെ തന്നെ വിളിച്ചാ മതി. ഇല്ലെങ്കിൽ നീ വലിയൊരു സംഭവമാണെന്ന് നിനക്ക് തോന്നിന്ന് വരും. അത് വേണ്ട. ശരി മാഡം. അടിപൊളി. നിന്റെ അവസ്ഥ കണ്ടിട്ട് കഷ്ടം തോന്നുന്നു ബ്രോ. മര്യാദയ്ക്ക് ചാരുവിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നിന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യയെ നിനക്ക് കിട്ടിയേനെ. എനിക്ക് ഞാൻ ബഹുമാനിക്കുന്ന ഒരു ഭാര്യ വേണ്ടത്. ശ്രേയ എന്റെ ബഹുമാനം അർഹിക്കുന്നുണ്ട്. ശ്രേയല്ല, ശ്രേയ മാഡം. അങ്ങനെ വിളിക്കാനല്ലേ അവള് പറഞ്ഞത്. കൈയെടുക്ക. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? എണിക്കണം. വെറുതെ എന്തിനാണ് തല്ലുകൊള്ളാൻ പോകുന്നേ? വാങ്ങോട്ട് ഇനി ഇവന്റെ നേരെ കൈ പൊക്കിയ നിന്നെ ഞങ്ങൾ എല്ലാരും കൂടി പെരുമാറും. പോടാ. നിനക്ക് എങ്ങനെയാണ് ഇവനെ പോലൊരു ചേട്ടനുണ്ടായത്? വിധി അല്ല എന്തു പറയാന്. എന്തായാലും അവൻ കാണിച്ച ചെറ്റത്തരം കൊണ്ടല്ലേ ചാരുവിന് എനിക്ക് ഭാര്യയായി കിട്ടിയത്. അതുകൊണ്ട് എത്രയൊക്കെ ദേഷ്യം തോന്നിയാലും അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സും തണുക്കും. അതിന് അരവിന്ദനോട് നന്ദി തോന്നേണ്ട കാര്യമൊന്നുമില്ല. ചേരേണ്ടവരെ തമ്മിൽ ദൈവം ചേർക്കും. അതിന് പലരും നിമിത്തമാവുന്നു മാത്രം. സത്യം, പല രാജ്യങ്ങളിൽ കറങ്ങി നടന്നിരുന്ന ഞാൻ എന്റെ ജീവിത പങ്കാളിയെ നമ്മുടെ ഒരു നാട്ടിൻ പുറത്ത് വെച്ച് കണ്ടുമുട്ടുമെന്ന് ഒരിക്കലും കരുതിയില്ല. അത് ദൈവനിശ്ചയമല്ലെങ്കിൽ പിന്നെന്താ അല്ലേ പ്രിയൻ? അതെ. വാ, നമുക്ക് പാർവതിയുടെ അടുത്തേക്ക് പോവാം. ആന്റിയുടെ കൂടെ ഒരുപാട് നേരം അവളെ അവിടെ നിർത്തുന്നത് റിസ്ക്കാണ്. ആന്റി വീണ്ടും മുഖം കാണണമെന്ന് പറഞ്ഞാ പെട്ടുപോകും. വാ. എന്തുപറ്റി? നീ വിചാരിച്ച പോലെയെല്ലാം നടന്നല്ലോ. പാറു നിന്റെ അമ്മയുമായിട്ട് കുറച്ച് നല്ല നിമിഷങ്ങൾ ചെലവഴിച്ചു. കൈലാശ് വന്നെങ്കിലും പാറുവിനോട് ഇഷ്ടം തുറന്നു പറയുകയും ചെയ്തില്ല. പിന്നെന്താ നിന്റെ വിഷമം? ഞാൻ പറയട്ടെ,
നിന്റെ ലക്ഷ്യങ്ങളെല്ലാം നീ നേടിയത് കുറെ നുണകളുടെ ബലത്തിലാണ്. അച്ഛൻ പറയാറുണ്ട്, കള്ളത്തരം കാണിച്ച് നമ്മൾ എത്ര വലിയ വിജയം കൈവരിച്ചാലും അതിന്റെ സന്തോഷം നമുക്കൊരിക്കലും ആസ്വദിക്കാൻ പറ്റില്ലെന്ന്. അത് നിന്നെപ്പോലൊരു നല്ല മനുഷ്യന്റെ കാര്യത്തിൽ കൂടുതൽ ശരിയാണ്. കാരണം നീ തെറ്റ് ചെയ്തതിന്റെ കുറ്റബോധം നിന്നെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അമ്മയോടും കൈലാഷ് സാറിനോടും നുണ പറയുന്നത് തെറ്റാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഇതൊന്നും ഞാൻ ചെയ്യുന്നത് എന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ല. സത്യം അഭിമുഖീകരിക്കാൻ എനിക്ക് ഒരു വിഷമവുമില്ല. അവളെ എനിക്കിഷ്ടമാണെന്ന് ഇവർ രണ്ടുപേരോടും എനിക്ക് പറയാം. പക്ഷേ ഈ സത്യം അറിഞ്ഞാൽ അവരെന്തുമാത്രം വിഷമിക്കും എന്നതാണ് എന്റെ പ്രശ്നം. എന്റെ കുട്ടിക്കാലത്ത് തന്നെ അമ്മ എന്റെ കല്യാണം എന്റെ മുറപ്പെണ്ണായ തുളസിയുമായിട്ട് ഉറപ്പിച്ചു. എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞ അത് അമ്മയുടെ അവകാശത്തെ ചോദ്യം ചെയ്യുന്ന പോലെയാ അമ്മയ്ക്ക് തോന്നുക. അമ്മയ്ക്ക് പാറുവിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ആകാശ് കേട്ടതല്ലേ. അവൾക്ക് വേണ്ടി ഞാൻ അമ്മയുമായിട്ട് വഴക്കിട്ട് പിന്നെ ഒരിക്കലും അവളെ മരുമകളായിട്ട് അമ്മ അംഗീകരിക്കില്ല. അമ്മയുടെ കാര്യത്തിൽ നീ അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന എനിക്ക് മനസ്സിലാവും. പക്ഷേ കൈലാഷിന്റെ കാര്യം അങ്ങനെയല്ല. അവൻ പാറുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, നീ അവനെ സഹായിക്കുകയാണെന്ന് അവൻ അന്ധമായി വിശ്വസിക്കുന്നുമുണ്ട്. അവനിൽ നിന്നും സത്യം മറയ്ക്കുന്നത് ഒരു തരത്തിൽ ചതിയല്ലേ? നീ കൈലാഷ് എങ്ങനെ പ്രതികരിക്കുമെന്ന് പേടിച്ചിട്ടാണോ സത്യം പറയാത്തത്? കൈലാഷ് നിന്റെ മുതലാളി കൂടിയല്ലേ? സത്യം പറഞ്ഞാൽ നിന്റെയും പാറുവിന്റെയും ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടല്ലോ. ഞാൻ അങ്ങനെ ഒരാളാണെന്നാണോ നീ കരുതിയത്? എന്തൊക്കെ നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നാലും ഒരു കൂട്ടുകാരനെ ഞാൻ ചതിക്കില്ല. ഞാൻ പലതവണ കൈലാഷ് സാറിനോട് സത്യം പറയാമെന്ന് കരുതിയത്. പക്ഷെ അദ്ദേഹം പാറു ഇല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കും എന്നൊക്കെയാ പറയുന്നത്. ഞാൻ എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി സത്യം പറഞ്ഞിട്ട് അദ്ദേഹം എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ? അങ്ങനെ ചെയ്ത അതിന്റെ നഷ്ടം അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഞാനടക്കമുള്ള സുഹൃത്തുക്കൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ കമ്പനിയിലെ മുഴുവൻ തൊഴിലാളികൾക്കുമാ. അദ്ദേഹത്തെ പോലെ തൊഴിലാളികളുടെ കാര്യം നോക്കുന്നൊരു MD ഇതുവരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയ അവരെല്ലാരും ശപിക്കുന്നത് എന്നെയും പാറുവിനെയായിരിക്കും. കൈലാഷ് സാറിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ സത്യം പറഞ്ഞേനെ. പക്ഷെ അദ്ദേഹം എന്നൊരു തൊഴിലാളിയായിട്ടല്ല, ഏറ്റവും നല്ല ചങ്ങാതിയായിട്ടാ കാണുന്നത്. പാറുവിനെ അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ കാരണം ഞാനാണെന്നറിഞ്ഞ അദ്ദേഹം എത്രമാത്രം വേദനിക്കുമെന്നറിയോ? ഞാൻ നിന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷെ എന്തായാലും ഒരു ദിവസം സത്യം പുറത്തു വരും. അത് നീയായിട്ട് കൈലാഷിനോട് പറയുന്നതാണ് അതിന്റെ ശരി. മറ്റാര് പറഞ്ഞ അവൻ അറിഞ്ഞാലും അത് നീ കാണിച്ച ചതിയായിട്ട് മാത്രമേ അവന് കാണാൻ കഴിയൂ. കൈലാഷ് സാറിന് സത്യം ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവുമ്പോൾ ഞാനെല്ലാം തുറന്നു പറയും.